ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്സിൻ്റെ ലെവൽസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ 2 സ്റ്റോക്സുകളുടെ ലെവൽസാണ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഒന്ന് അശോക് ലൈലാൻഡും പിന്നെ ഒന്ന് ജിൻഡാൽ സ്റ്റീലും ആണ്. അപ്പോൾ നമുക്ക് ഈ ലെവൽസ് കിട്ടിക്കഴിഞ്ഞ് ആദ്യം തന്നെ നമുക്ക് ആ ലെവൽസ് ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യണം. നമ്മൾ 202.12 201.60 അശോക് ലൈലാൻഡിൽ കൊടുത്തിരുന്നത് 9-ാം തീയതിയിലത്തെ ട്രേഡിങ്ങിന് വേണ്ടി. നമുക്ക് ആ ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്യാം. 202.12 അതുപോലെ തന്നെ 201.60. ഈ നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ നമ്മുടെ ഈ ലെവൽസിന് മുകളിൽ, അതായത് 202.12 മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാം. അതല്ല ഏതെങ്കിലും 5 മിനിറ്റ് റെഡ് ക്യാനിൽ നമ്മുടെ 201.60 താഴെ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലിലേക്ക് പോകും. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരുന്നത്. അതിനുശേഷം ഇവിടെ വന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിൽ സെല്ലാണ്, കാരണം ഇവിടെ ബ്രേക്ക് ചെയ്തു താഴേക്കൊന്ന് സെല്ലാണ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ഷോർട്ട് എടുക്കാം. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് ആണ്. ആ റീസെൻ്റ് വന്ന ഹൈക്ക് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞാൽ 1:2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഈ ലെവൽസിന് മുകളിൽ സ്റ്റോപ്പ് ലോസ്. ഓക്കെ, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ നമ്മൾ ലെവൽസിന് മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബൈ എൻട്രിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മാക്സിമം 2-3 ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ ഈ ലെവൽസ് വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു, രണ്ടാമത്തെ നമുക്കൊരു ബൈ എൻട്രി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ബൈ ആണ്. ഇവിടെ നമുക്ക് ലോങ് പൊസിഷൻ പോവാം. നമുക്ക് ഈ ലെവൽസിന് തൊട്ട് താഴെയായിട്ടാണ് സ്റ്റോപ്പ് ലോസ് ആകാനായിട്ട്. നമ്മുടെ റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് 1:2 തന്നെ ആക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോക്സ് നോക്കാം. അടുത്ത സ്റ്റോക്സ് ജിൻഡാൽ സ്റ്റീൽ ആയിരുന്നു. അത് ആ ലെവൽസ് ആക്റ്റീവ് ആയിരുന്നില്ല. 802, 798, 50 ആയിരുന്നു. ഇപ്പോൾ ജിൻഡാൽ സ്റ്റീലിൻ്റെ ചാർട്ടാണിത്. നമ്മുടെ ലെവൽസിൽ ടച്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ 802, 798, 50 ആയിരുന്നു നമ്മൾ കൊടുത്തിരുന്ന ലെവൽസ്. ഉണ്ടോ, ആ ലെവൽസ് ആക്റ്റീവ് ആയിരുന്നില്ല. ഒരു ക്യാൻഡിൽസും ആ ലെവൽസ് ടച്ച് ചെയ്തിരുന്നില്ല. അപ്പോൾ നമുക്ക് അശോക് ലൈനിൽ മാത്രമാണ് കഴിഞ്ഞ ദിവസം എൻട്രി വന്നിരുന്നത്. പിന്നെ അതിന് മുമ്പ് നമ്മൾ കൊടുത്തിരുന്ന സ്റ്റോക്സ് നോക്കാം. അതിന് മുന്നത്തെ ദിവസം സൈഡസ് ലൈഫാണ് കൊടുത്തിരുന്നത്. അപ്പോൾ സൈഡസ് ലൈഫ് നമ്മൾ കൊടുത്തിരുന്ന ലെവൽ 837.50, 835.85 ആണ്. അതിൻ്റെ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, എക്സാക്റ്റ് നമ്മുടെ 837.50 ലെവലിൽ ടച്ച് ചെയ്തു, സപ്പോർട്ട് എടുത്തു, നല്ല രീതിയിൽ അപ്സൈഡിലേക്ക് പോയി. ഓക്കെ, പിന്നെ ഫെനിക്സ് ലിമിറ്റഡ് ആണ് കൊടുത്തിരുന്നത്. അത് 1552.25, 1548.20 കൊടുത്തിരുന്നത്. അതുകൂടെ നമുക്ക് കാണാൻ സാധിക്കും. എക്സാക്റ്റ് 1552.25 ഉണ്ടോ, മാർക്കറ്റ് അതിൽ നിന്ന് കയറിപ്പോയി താഴേക്ക് വന്നു. എക്സാക്റ്റ് നമ്മുടെ ആ ലെവലിൽ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറിപ്പോയി. കേട്ടോ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ലെവൽസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കുന്നു എങ്ങനെയാണ് ഈ ലെവൽസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റി ലെവൽസ് ആയാലും നോക്കുന്നത്. അതായത് നമ്മൾ ആ ലെവൽസ് മാർക്ക് ചെയ്യുക, അതിന് മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാവുന്നതാണ്. അതല്ല നമ്മുടെ ലെവൽസ് താഴെയുള്ള ലെവൽസിന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സെല്ലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പേപ്പർ ട്രേഡ് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽസ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.